നമ്മളുണ്ടല്ലോ ഒരു അമ്പലത്തിൽ വന്നിട്ടാന്നേ ഉള്ളേ. ഏതാ അമ്പലം സ്ഥിതി പറഞ്ഞിട്ട്? കളരിവാതുക്കൽ അമ്പലം. ഇവിടെ പുതിയൊരു വളവട്ടണം ആ ഭാഗത്ത് വരുന്നതാണ് കളരിവാതുക്കൽ അമ്പലം. ഓക്കെ, നല്ല പ്രകൃതി രമണീയമായ ഗംഭീര അമ്പലമാണ്. മൊത്തം കാടായിട്ട് നല്ല സുന്ദര സ്ഥലമാണ്. നമ്മളിപ്പോൾ ഇതാ അമ്പലത്തിന്റെ ബാക്ക് സൈഡാന്നുള്ളൂ അല്ലേ സുധി? തണലോ കേട്ടാ, നമ്മള് രാവിലെ വന്ന ഒരു ഫീലിംഗ് അല്ലേ? ഇവിടെ നമ്മള് ഉച്ച സമയത്താണ് കൂടുതൽ വരുന്നത്. കാരണം ഉച്ചക്ക് വന്നാലാണ് ഇവിടെ പ്രസാദം കിട്ടുക. അപ്പോൾ ഇവിടുത്തെ നല്ല കൂൾ ഫീലിംഗ് ഉള്ളതുകൊണ്ട് നമ്മളിതാ ഈ അമ്പലം എവിടെയുള്ള ബാക്ക് സൈഡൊക്കെ ഇങ്ങനെ നടന്നിട്ട് ഇതാ ഇവിടെ വന്നിട്ട് ഇരിക്കും കുറേ സമയം. ഇവിടെ ഇരിക്കാൻ ഒരു വേറെ തന്നെ സുഖമല്ലേ സുധി? ഇത് നോക്കി, ഇവിടെ വലിയൊരു ഇരിക്കേണ്ട ഒരു ബില്ല പാറ, ഒറ്റ പാറയാണ്. ഇങ്ങനെ ഇതാ രണ്ടാം ഉണ്ട്. നമ്മൾ ഇതിൻ്റെ മുകളിൽ ഞാൻ ഇവിടുത്തെ പ്രസാദം നിന്നാ. പിന്നെ ഇവിടുത്തെ പ്രസാദത്തിനൊരു പ്രത്യേകത ഉണ്ട്. നിങ്ങൾ അറിയുന്നവർക്ക് അറിയാം കളരിവാതിക്കൽ എന്ന പ്രസാദം എന്നുള്ളത്. പക്ഷേ എനിക്ക് തോന്നുന്നു സാധാരണ അമ്പലങ്ങളിലൊന്നും ഇങ്ങനത്തെ പ്രസാദം ഉണ്ടാവില്ല. അതായത് ഇവിടെ പ്രസാദം എന്ന് വെച്ചാൽ ഈ ശത്രുസംഹാര പൂജ, ശക്തി പൂജ ഇതെല്ലാം എടുത്ത മെയിനായിട്ടുള്ള വഴിപാടുകളാണ്. അപ്പോൾ ഈ ശത്രുസംഹാര പൂജക്ക് ചിക്കൻ്റെ ഒരൈറ്റാണ് പ്രസാദേ. നോക്കി അത് കാണിച്ചു തരാം. ശരിക്ക് പെപ്പർ ചിക്കൻ പോലെ തോന്നുന്നല്ലേ സുധി? അപ്പോൾ ഇതാണ് ഇവിടുത്തെ പ്രസാദം. അപ്പോൾ ഇതുപോലുള്ള അമ്പലങ്ങൾ പോയവരുണ്ടെങ്കിൽ എന്തായാലും അത് കമൻറ്റ് ചെയ്യുക. നമ്മളെ നാട്ടിൽ കളരിവാതിക്കൽ കിട്ടും, മാടായി പാറൊക്കെ ഉണ്ട്, അങ്ങനെ കുറച്ച് സ്ഥലത്താണ് നമുക്കറിയുന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇതുപോലത്തെ അമ്പലം ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണം. നോക്കട്ടെ, ഇതാണ് സാധനം. സംഗതി ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. പക്ഷേ അമ്പലത്തിൽ ചിക്കൻ എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കൊന്നും ആദ്യം ഉൾക്കൊള്ളാൻ പറ്റിയില്ല. ഞാൻ ഫസ്റ്റ് ടൈം വന്നപ്പോൾ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. പിന്നെ ഇവർ അതിൻ്റെ ചരിത്രങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ നമ്മളതായിട്ട് പൊരുത്തപ്പെട്ട് പിന്നെ ഇടയ്ക്ക് വന്നിട്ട് അവർ പറയും വഴിപാട് ചെയ്യുന്നത് നല്ലതെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇവിടുന്ന് വഴിപാട് കാര്യങ്ങളൊക്കെ ചെയ്യണ്ടല്ലോ സുധി? അപ്പോൾ ഏതായാലും നമ്മളിത് കഴിക്കട്ടല്ലേ സുധി? പിന്നെ ഇവിടുത്തെ പ്രസാദം ഉണ്ടല്ലോ ഭയങ്കര ടേസ്റ്റാണ്. നല്ല ടേസ്റ്റ് വെച്ചാൽ ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ ഇവിടെ ചൊവ്വാഴ്ചയാണ് പ്രധാന ദിവസം. എല്ലാ ചൊവ്വാഴ്ചയും നല്ല തിരക്കാണ്. അപ്പോൾ ഉച്ചക്ക് 12:30 നട തുറന്നാലാണ് ഈ പ്രസാദം കിട്ടുക. അപ്പോൾ ആ ടൈം കണക്കാക്കിയിട്ടാണ് നമ്മൾ വരുത്ത്. ഇടയ്ക്കൽ രാവിലെ വരുത്തുണ്ടല്ലോ, കിട്ടൂല. ഈ ടൈമാണ് വരിക. പിന്നെ നമ്മൾ സ്ഥിരം പോകുന്നൊരു സ്ഥലമുണ്ട് വേറെ, നമ്മളെ മാമാനത്തമ്പലം. അതും ഇവരെ ആൾക്കാർ തന്നെയാണ്. പക്ഷെ അവിടെ ചിക്കൻ പരിപാടി ഇല്ല തോന്നുന്നു കേട്ടോ. അവിടെ പിന്നെ ഈ മറികൊത്തൽ എന്നൊരു പരിപാടി ഉണ്ട്. അതായത് ഈ ദൃഷ്ടിദോഷം മറ്റേ ശത്രുദോഷം തീരാൻ പഠിച്ച് കഴിഞ്ഞ ഒരു സംഗതിയാണ്. തേങ്ങ പിന്നെ അവിടെ വെച്ചിട്ട് അപ്പുറം ഇപ്പുറം ഇങ്ങനെ കടക്കും, കാലപ്പുറം കടന്നിട്ട് എന്നിട്ട് വലിയ കത്തിരി തൊട്ട് കൊത്താം. അപ്പോൾ അത് ചെയ്യുമ്പോൾ ഒരുപാട് ആൾ വരുമല്ലോ എടാ. ഞാൻ മുമ്പേ അവിടെ പോയിട്ട് അത് ചെയ്ത വീഡിയോ ഞാൻ എനിക്ക് ഇട്ടിട്ടായിരുന്നു, നിങ്ങൾ കണ്ടോന്നറിയില്ല. എന്തായാലും നമ്മുടെ നാട്ടിലുള്ളവർക്കെല്ലാം മാമാനത്തമ്പലവും കളരിവാതിക്കലും ഫേമസ് ആണ്, എല്ലാവർക്കും അറിയുന്ന കേട്ടാ. ശരിക്കും കളരിവാതിക്കൽ നമുക്ക് ചെറുപ്പത്തിലൊരു വൈബ് ഉണ്ട്. എന്നാ പറയുക, ഈ കാണുന്ന മരത്തിൻ്റെ മുകളിൽ കംപ്ലീറ്റ് വവ്വാലായിരുന്നു ഒരു കാലത്ത് നമ്മൾ ചെറുതിൽ വരുമ്പോൾ. അപ്പോൾ എന്നാലും സത്യം പറയുക ഒരു പേടിയാണ്, ഭയങ്കര കാടും ഇതിനുള്ളിൽ വവ്വാലിൻ്റെ കരച്ചിലായിരുന്നല്ല, ഒരു വേറെ തന്നെ വൈബ് വരുന്നത്. പിന്നെ അതെല്ലാം പോയി ഇപ്പം നോക്കിയിട്ട് വെറും നല്ല കാട് മാത്രമായിട്ട് ഇങ്ങനെ ബാക്കിയുണ്ട്. എന്തായാലും സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു ഫീല് കിട്ടുന്ന ഒരു അമ്പലമാണ്. അപ്പോൾ വരാത്തവരുണ്ടെങ്കിലല്ല കളരിവാതിക്കൽ അമ്പലത്തിൽ എന്തായാലും വരിക. പുതിയൊരു എത്തിയിട്ട് അവിടെ ചോദിച്ചാലും പറഞ്ഞുതരും കളരിവാതിക്കൽ അമ്പലം എവിടെയാണ്, ഇങ്ങോട്ടേക്ക് വരിക എനിക്ക് പറയാനുള്ളത്. നല്ലൊരു വൈബ് എന്തായാലും ഇവിടെ ഉണ്ട്, വ്യത്യസ്തമായ അനുഭവം. പെപ്പർ ചിക്കനൊക്കെ ഉള്ള അമ്പലം ഒരു വെറൈറ്റിയാണ്. അപ്പോൾ എല്ലാവരും വരാൻ പറ്റിയൊക്കെ ഒന്ന് വരുന്നത് നല്ലതാണ് എനിക്ക് പറയാനുള്ളത്. ശരി, എന്നാൽ പിന്നെ എല്ലാവർക്കും ഓക്കെ, ബൈ.